ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ നമ്മുടെ അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഇന്നാണെങ്കിൽ ഞാൻ ആ സിനിമ കണ്ടു. ആദ്യം തന്നെ പറയുന്നു, പൊളപ്പ സിനിമ. പൃഥ്വിയുടെ അല്ലെങ്കിൽ തന്നെ ലാൽ ജോസിന് തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ്. സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പുതിയതായി എന്തെങ്കിലുമൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺവേ ചെയ്യുന്നതിനേക്കാളും അധികമായി നമ്മൾ തന്നെ അറിഞ്ഞിട്ടും അറിയാതെ പോയ അല്ലെങ്കിൽ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തലായിരുന്നു അയാൾ ഞാനും എന്ന സിനിമ. അതിൽ പൃഥ്വിയുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. കഥ പറയുന്നില്ല കേട്ടോ, ഡോക്ടറാണ്. അപ്പം ഒരു ഫ്രീക്ക് ആയിട്ടുള്ളൊരു പുള്ളിക്കാരൻ അങ്ങനെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടറായി മാറുന്നു. അത് കഴിഞ്ഞുള്ള ആ വ്യക്തി കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് സിനിമ പോകുന്നത്. സൂപ്പർസിഷനൊന്നുമില്ല, വലിയ അടി കിണ്ണ ഡയലോഗൊന്നുമില്ല. ഒരു കൂൾ ഫിലിം എന്നാണ് ഒരു ഡയലോഗിനെ ചേരത്തുള്ളൂ. പൃഥ്വിയുടെ കരിയറിൽ എനിക്ക് മാണിക്കക്കല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി പിന്നെ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ അയാൾ ഞാൻ എല്ലാവരും ഒരേ കാറ്റഗറി കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. ഒരു മസ്റ്റ് വാച്ച് ഫിലിമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളൂ. മസ്റ്റ് വാച്ച് ഇറ്റ്, യു ഹാവ് ടു വാച്ച് ഇറ്റ്. പിന്നെ പോരായ്മകൾ എന്ന് പറയുന്നത് എഡിറ്റിംഗ്. ഒരു പാട്ടിൻ്റെ 1-2 സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് സ്കിപ്പായിരുന്നു. അത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളൊരു ചെറിയ തെറ്റാണ്. പിന്നെ എൻ്റെ അകത്ത് എനിക്ക് വലിയൊരു പോരായ്മയായിട്ട് തുടങ്ങിയത് എൻ്റെ ആ 2-3 സ്ഥലത്ത് വരുന്ന ചെറിയ റോൾ ചെയ്യുന്ന ഒരു അമ്മയുടെ റോൾ ചെയ്യുന്നൊരു പുള്ളിക്കാരി. അപ്പം പുള്ളിക്കാരി സീരിയലിൽ നിന്ന് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ അഭിനയം അത്രയ്ക്ക് നന്നായിട്ട് തോന്നിയില്ല. ബാക്കിയെല്ലാം ക്യാമറ ആണെങ്കിലും നല്ലത്, എഡിറ്റിങ്ങിന് ഞാനിപ്പോൾ പറഞ്ഞ ഈ 2 പോരായ്മ വെച്ച് ബാക്കിയെല്ലാം കൂളായിരുന്നു കേട്ടോ. ഒരു കൂള്. പിന്നെ എൻ്റെ അകത്തെ പാട്ടാണ്. പാട്ട് പ്ലസ് വിഷ്വലൈസേഷൻ. ശരിക്കും എൻ്റെ അകത്തെ ഇതിന് മുമ്പുള്ളൊരു പാട്ടുണ്ടായിട്ട് ഇപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലൊരു പാട്ടായിരുന്നു. ലാൽ ജോസ് എപ്പോഴും നല്ല സിനിമകളാണ് ചെയ്യുന്നത്. ഇപ്പം പുള്ളിയുടെ കരിയറാണ് നല്ല ഏറ്റവും കൂൾ ഫിലിംസിലൊന്നാണ്. പിന്നെ പറയാൻ പറ്റുന്ന സമ്പ്രദായമാണ്, നല്ല രീതിയിൽ ചെയ്തു. നരനായാലും വളരെ നല്ല ഒരു 2 സ്ഥലത്തും 2 ഏജ് ചെയ്യുന്നുണ്ട് ഫിലിംസിൽ. 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. 2 കാലഘട്ടത്തിലായാലും വളരെ നല്ലത്. സലീം കുമാർ ആണെങ്കിൽ ശരിക്കും കൈയടിച്ച് മരിച്ചു എന്ന് പറയാം. തിയേറ്ററിൽ നിന്ന് ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു. തിയേറ്ററിൽ ഒരാൾക്ക് പോലും അഡീഷണൽ കയറാനുള്ള സ്ഥലമില്ലായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ബാൽക്കണി എല്ലാം ഫുള്ളായിരുന്നു. തിക്കി നിറഞ്ഞിരുന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ. തുടക്കത്തിലെ ആ ഒരു 2-3 മിനിറ്റ് പൃഥ്വി വന്നപ്പോൾ ആൾക്കാരൊക്കെ കൂവി. പക്ഷെ പിന്നെയാണെങ്കിൽ കൂവലെല്ലാം നിറഞ്ഞു കൂളായിട്ട് ഫിലിമിനൊപ്പം യാത്ര ചെയ്യായിരുന്നു. വി ആർ വിത്ത് ഫിലിം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഒരു മസ്റ്റ് വാച്ച് ഫിലിമാണ്. ലവേഴ്സിൻ്റെ കൂടെ ഒന്ന് വാച്ച് ചെയ്യാം, അലോണായിട്ട് വാച്ച് ചെയ്യാം, വിത്ത് ഫാമിലി. And a film which satisfies the needs of a family man, of the teen, of the youth. Be cool.